ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഈ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ഒരു ലൈക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 6 ആരംഭിക്കുവാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. മാർച്ച് 10 ആരംഭിക്കും എന്ന് തന്നെയാണ് ഇതുവരെയും ഉള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലാലേട്ടൻ ഇപ്പോൾ ഇന്ത്യക്ക് പുറത്താണ്. മാർച്ച് 10 മുൻപായി ചെന്നൈയിൽ എത്തിച്ചേരും എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏറെ ആരാധകർ ഉള്ള ഒരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. അതുപോലെ തന്നെ വിമർശകരും ഉണ്ട്. ബിഗ് ബോസ് കാണാനുള്ള ഇൻട്രസ്റ്റ് പോയി എന്ന് പറയുന്ന പ്രേക്ഷകരും ഉണ്ട്. എങ്കിലും ബിഗ് ബോസ് ആരംഭിച്ച് കഴിയുമ്പോൾ ആർക്കും അത് കാണാതിരിക്കാൻ കഴിയില്ല. ഒരു ഷോയെ പോപ്പുലറാക്കുന്നത് എപ്പോഴും അത് വിമർശിക്കപ്പെടുകയും അതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുകയും ചെയ്യുമ്പോഴാണ്. ബിഗ് ബോസ് തുടങ്ങാനുള്ള ദിവസം അടുക്കുമ്പോൾ തന്നെ ആ ഷോയെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായി തുടങ്ങുന്നു. ഇപ്പോൾ പൊതുവെ ഷോയിൽ പങ്കെടുക്കാനെത്തുന്ന കണ്ടസ്റ്റൻസിനെ കുറിച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. കൺഫർമേഷൻ ഒന്നും ആയിട്ടില്ല എങ്കിലും സാധ്യതാ ലിസ്റ്റുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരു വീഡിയോയിൽ സാധ്യതയുള്ള കുറച്ച് പേരുടെ പേര് വിവരങ്ങൾ പറഞ്ഞിരുന്നു. അടുത്ത കുറച്ച് പേരുടെ പേര് വിവരങ്ങൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. അതിനു മുൻപ് തന്നെ ഓർമ്മിപ്പിക്കട്ടെ, ഈ പേരുകളെന്നും ഒന്നും ഔദ്യോഗികമല്ല, വെറും കേട്ടുകേഴ്വി മാത്രമാണ്. ഇതിൽ നിന്നും ചിലരൊക്കെ ഉണ്ടായേക്കാം എന്ന് മാത്രം. അതിൽ ആദ്യമായി പരിചയപ്പെടുത്തുന്നത് ഈ സീസണിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്ന ജിത്തു വേണുഗോപാൽ എന്ന ആക്ടറിൻ്റെ പേരാണ്. ജിത്തു വേണുഗോപാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജിത്തു ടെലിവിഷൻ സീരിയലുകളിലെ ഒരു സജീവ സാന്നിധ്യമുള്ള ഒരു നടനാണ്. ഏഷ്യാനെറ്റ് അവതരിപ്പിച്ചിരുന്ന സീതാ കല്യാണം എന്ന സീരിയലിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയെടുത്ത് ആരാധകരെ ഉണ്ടാക്കിയെടുത്ത താരമാണ് ജിത്തു വേണുഗോപാൽ. തൃശ്ശൂർക്കാരനായ ജിത്തു വേണുഗോപാലിൻ്റെയും വസന്ത വേണുഗോപാലിൻ്റെയും മകനാണ്. സീതാ കല്യാണം സീരിയലിൽ പ്രധാന റോളുകൾ കൈകാര്യം ചെയ്തിരുന്നവരിൽ അനൂപ്, ധന്യ മേരി വർഗീസ്, റെനീഷ എന്നിവർ മുൻ ബിഗ് ബോസ് സീസണുകളിൽ വന്നു പോയിട്ടുണ്ട്. അടുത്ത് ഉഴവും. അതുകൊണ്ട് തന്നെ ഇനി അതിൽ ജിത്തു മാത്രമാണ് പ്രധാന റോളുകൾ കൈകാര്യം ചെയ്തിരുന്നതിൽ ബിഗ് ബോസിലേക്ക് വരാനായി ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത ഊഴം ജിത്തുവിന് ലഭിക്കാൻ സാധ്യതകളേറെയാണ്. അടുത്തതായി പരിചയപ്പെടുത്തുന്നത് ശരണ്യ ആനന്ദ് ആണ്. ശരണ്യ ആനന്ദിനെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഏഷ്യാനെറ്റിൻ്റെ തന്നെ പ്രശസ്ത സീരിയൽ ആയ കുടുംബവിളക്കിൽ വില്ലത്തിയായി വന്ന് അവരുടെ അഭിനയ മികവ് കൊണ്ട് തന്നെ ആവണം പിന്നീട് വളരെ നല്ലൊരു ക്യാരക്ടറാക്കി മാറ്റി ജനഹൃദയങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റിയ താരമാണ് ശരണ്യ ആനന്ദ്. ഈ സീരിയലിലൂടെ തന്നെ ഏറെ ആരാധകരെ ശരണ്യ നേടിയെടുത്തിരുന്നു. സാധാരണ വില്ലത്തികൾക്ക് അങ്ങനെ ആരാധകരെ ലഭിക്കുക പ്രയാസമാണ്. പക്ഷേ ശരണ്യയുടെ മികവുറ്റ അഭിനയം ആണെന്ന് തോന്നുന്നു ശരണ്യയെ ഇഷ്ടപ്പെട്ട ധാരാളം പ്രേക്ഷകർ ഉണ്ടായിരുന്നു. കൂടാതെ ഏഷ്യാനെറ്റ് അവതരിപ്പിച്ച സൂപ്പർ ഡാൻസർ എന്ന പ്രോഗ്രാമിൽ ഭർത്താവിനൊപ്പം ചേർന്ന് മത്സരിച്ച് ഏറെ പ്രശംസ നേടിയെടുക്കുകയും ചെയ്തിരുന്നു. ശരണ്യ ആനന്ദ് ഇപ്പം ഏതെങ്കിലും സീരിയലുകളിൽ ലൈവായി നിൽക്കുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും ശരണ്യ ആനന്ദും പിന്നെയും ശരണ്യ ആനന്ദിൻ്റെ പേരും ഈ സീസണിലേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എത്രത്തോളം ശരിയാവുമെന്ന് നമുക്ക് ഷോ തുടങ്ങുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. അടുത്തതായി കേൾക്കുന്നത് രാജീവ് പരമേശ്വരൻ്റെ പേരാണ്. തമിഴിലും മലയാളത്തിലും നിരവധി സിനിമകളും സംഗീത ആൽബങ്ങളും ടെലിവിഷൻ സീരിയലുകളും ഒക്കെ ചെയ്തിട്ടുള്ള താരമാണ് രാജീവ് പരമേശ്വരൻ. കൂടാതെ മോഡലും നടനുമാണ്. ഏറ്റവും അവസാനം സാന്ത്വനം എന്ന സീരിയലിൽ ആണ് അഭിനയിച്ചത്. സാന്ത്വനം എന്ന സീരിയലിലെ ബാലകൃഷ്ണൻ എന്ന കഥാപാത്രത്തിലൂടെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച താരമാണ് രാജീവ് പരമേശ്വരൻ. രാജീവ് പരമേശ്വരൻ മറ്റ് പല സീരിയലുകളിൽ മാനസപുത്രി എന്ന സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർക്ക് ഏറെ പരിചിതനും പ്രിയങ്കരനുമാണ് രാജീവ് പരമേശ്വരൻ. രാജീവ് പരമേശ്വരൻ ബിഗ് ബോസ് സീസൺ 6 വരും എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ആരാധകർ. രാജീവ് പരമേശ്വരൻ ഉണ്ടാവുമെങ്കിൽ നന്നായേനെ എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.
സരിത ബാലകൃഷ്ണൻ. അടുത്തതായി പറഞ്ഞു കേൾക്കുന്ന പേരാണ് സരിത ബാലകൃഷ്ണൻ. ഏഷ്യാനെറ്റ് അവതരിപ്പിച്ചു കൊണ്ടിരുന്ന സാന്ത്വന സീരിയലിലെ തന്നെ വില്ലത്തിയായി വന്ന സരിത ബാലകൃഷ്ണൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. സാന്ത്വനം സീരിയൽ നിലവിൽ സംപ്രേഷണം ഇല്ല. അതിൻ്റെ സംപ്രേഷണം ആ സീരിയൽ തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാന്ത്വന സീരിയലിൽ അഭിനയിച്ചിരുന്നവർക്ക് ചാൻസ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ സാന്ത്വന സീരിയലിലെ 1-2 താരങ്ങളെ ഈ ബിഗ് ബോസ് മലയാളം സീസൺ 6 നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. എന്നതുകൊണ്ട് തന്നെ സരിത ബാലകൃഷ്ണനും ഈ ബിഗ് ബോസിലേക്കുള്ള എൻട്രി വളരെ എളുപ്പമാണ്. സരിത ബാലകൃഷ്ണൻ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു കണ്ടസ്റ്റൻ്റായി എത്താൻ വളരെയേറെ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. സാന്ത്വന സീരിയലിൽ എല്ലാവരും ഇപ്പോൾ ഫ്രീ ആയിട്ട് ഒരു സീരിയലൊക്കെ അവസാനിച്ച് അങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് സാന്ത്വന സീരിയലിൽ ഏതെങ്കിലും ഒരു ആക്ടർ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. സരിത ബാലകൃഷ്ണനും ചിലപ്പോൾ ഇതിലേക്ക് വന്നേക്കാം. ബിഗ് ബോസിലേക്ക് എൻട്രിക്ക് സാധ്യത കൂടുതലായ ഒരു താരം തന്നെയാണ് സരിത ബാലകൃഷ്ണൻ. എന്തായാലും ഇനി അധിക നാളൊന്നും കാത്തിരിക്കാതെ തന്നെ നമുക്ക് ആരൊക്കെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 എത്തുന്ന കണ്ടസ്റ്റൻറ്റുകൾ എന്നറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തതായി ജിഷിൻ മോഹൻ്റെ പേരാണ് കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത്. ഈയിടെ യൂട്യൂബിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് ജിഷിൻ മോഹൻ. ജിഷിൻ ഭരത ഡിവോഴ്സിനെ കുറിച്ചൊക്കെ വളരെയേറെ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഈയിടെ ഒരു ഇൻ്റർവ്യൂവിൽ ജിഷിൻ മോഹൻ ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരുന്നു. തൻ്റെ ഡിവോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ജിഷിൻ മോഹൻ തുറന്നു പറഞ്ഞിരുന്നു. യൂട്യൂബിൽ ലൈവായി നിൽക്കുന്ന താരമാണ് ജിഷിൻ മോഹൻ. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിലേക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. ഇന്നത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞ 5 പേരും സീരിയൽ അഭിനയ രംഗത്തുള്ളവരാണ്. ഈ 5 പേരും BB6 ഉണ്ടാവില്ല എങ്കിലും ഇതിൽ നിന്നും ആരെയെങ്കിലുമൊക്കെ നമുക്ക് ഇത്തവണ BBയിൽ തീർച്ചയായും, അതായത് ബിഗ് ബോസ് സീസൺ 6 തീർച്ചയായും പ്രതീക്ഷിക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞ 5 പേരും ഉണ്ടാവണമെന്നില്ല, പക്ഷേ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, ഉറപ്പായും ഉണ്ടാവും. മറ്റ് മേഖലയിൽ നിന്നുള്ള ആരെയും ഈ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടില്ല. ഇനി വരുന്ന വീഡിയോകളിലൂടെ മറ്റ് മേഖലകളിൽ നിന്നും വരാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻസിനെ നമുക്ക് പരിചയപ്പെടാം. വീണ്ടും ആവർത്തിക്കുന്നു, വെറും പ്രഡിക്ഷൻസ് മാത്രമാണ്, ഔദ്യോഗികമല്ല ഈ പേര് വിവരങ്ങൾ എല്ലാം തന്നെ. ഇതുവരെയും കണ്ടസ്റ്റൻസിന് കൺഫർമേഷൻ ഒന്നും സംഘാടകരുടെ ഭാഗത്തു നിന്നും ആയിട്ടില്ല എന്നാണ് അറിയുന്നത്. എന്തായാലും മാർച്ച് 10 തന്നെയാവും ലോഞ്ചിങ് ഡേറ്റ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്ന് മാത്രമേ കൺഫർമേഷൻ, ശരിക്കുള്ള കൺഫർമേഷൻ ആരൊക്കെയാവും ഈ ബിഗ് ബോസ് മലയാളം സീസൺ 6 എത്തുക എന്ന് അറിയാൻ പൂർണ്ണമായും സാധിക്കുകയുള്ളൂ. ഉടൻ തന്നെ ഗ്രാൻഡ് ലോഞ്ചിങ് ഡേറ്റ് അറിയിക്കും എന്നും കരുതുന്നു. വീഡിയോ ഏഷ്യാനെറ്റ് പുറത്തുവിടും. അതിൻ്റെ പ്രൊമോ വീഡിയോ ഏഷ്യാനെറ്റ് പുറത്തുവിടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വരും വീഡിയോകളിലൂടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയും എന്ന പ്രതീക്ഷയോടെ വിട പറയുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഈ വീഡിയോ കാണുന്നതിനൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. തീർച്ചയായും കമൻറ്റുകൾ രേഖപ്പെടുത്തണം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.